നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ WWE ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോയുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 100 ആണ്. സോ എല്ലാവരും ആ ഒരു 100 എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് എത്തിക്കാനായി ശ്രമിക്കുക. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് മാർട്ടിനിൽ പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അതായത് റിയൽ ലൈഫിൽ എന്നെ ആർക്കെങ്കിലും തോൽപ്പിക്കാൻ സാധിക്കുമെങ്കിൽ, അതായത് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത് ബ്രോക്ക് ലെസ്നറും ബോബി ലാഷ്ലിക്കും ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് WWE അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ റിയൽ ലൈഫിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ആയിരിക്കും. കാരണം ഇവർക്ക് മാർഷ്യൽ ആർട്സൊക്കെ നല്ല രീതിയിൽ അറിയുന്ന ആൾക്കാരാണ്. നമുക്കറിയാം, നേരത്തെ അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. റിയൽ ലൈഫിൽ എന്നെ അവർ നേരിട്ട് ഞാൻ അവരെ പരാജയപ്പെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് അത് ഇപ്പോൾ അത് ബ്രോക്ക് ലെസ്നറെ കുറിച്ചും പറഞ്ഞിരുന്നു. റിയൽ ലൈഫിൽ ബ്രോക്ക് ലെസ്നർ എന്നെ നേരിട്ട് കഴിഞ്ഞാൽ ഞാൻ ബ്രോക്ക് ലെസ്നറെ പരാജയപ്പെടുത്തും, അല്ലെങ്കിൽ ബ്രോക്ക് ലെസ്നറൊക്കെ പൊട്ടിപ്പോകും. റോമൻ റെയ്ൻസിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. സോ എന്തായാലും ഇപ്പോൾ പറയുന്നത് ബ്രോക്ക് ലെസ്നറും ബോബി ലാഷ്ലിക്കും എന്നെ ചിലപ്പോൾ പരാജയപ്പെടുത്താൻ സാധിക്കും, കാരണം അവർക്ക് മാർഷ്യൽ ആർട്സ് അറിയാവുന്നത്. എന്തായാലും നേരത്തെ ട്രിപ്പിൾ എച്ചിനെ കുറിച്ചും മറ്റ് ആൾക്കാരെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞ രീതികളൊക്കെ നമുക്കറിയാം. സോ എന്ത് പറ്റിയെന്നറിയില്ല, മാർട്ടിനിൽ ആ ഒരു നല്ല വേയിലേക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അദ്ദേഹം അവിടേക്ക് വരുന്നതാണ് നല്ലത്. എന്തായാലും അതിൻ്റെ കയ്യിരിപ്പ് കുറച്ച് മോശമാണ്, അത് നന്നാവത്തോണ്ടാണ് WWE നിന്ന് തന്നെ അദ്ദേഹം പോയത്. സോ എന്തായാലും നന്നായിട്ട് എപ്പോഴെങ്കിലും WWE വരട്ടെ. അപ്പോൾ അതിനെക്കുറിച്ച് ന്യൂസൊന്നും വരുന്നില്ല, എവിടെ പോയെന്ന് ആർക്കറിയാം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അലക്സ ബ്ലിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഒരു സോഷ്യൽ മീഡിയ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റിനകത്ത് കുറച്ച് WWE സൂപ്പർ സ്റ്റാർസിൻ്റെ ഇമേജ് ഇട്ടുള്ളൊരു പോസ്റ്റായിരുന്നു. ഡീവ സൂപ്പർ സ്റ്റാർസിൻ്റെ അലക്സ ബ്ലിസ്, ലിവ് മോർഗൻ, അങ്ങനെ കുറച്ച് 5-6 വുമൺ സൂപ്പർ സ്റ്റാർസിൻ്റെ ഒരു അടുപ്പിച്ചൊരു പിക്ക് ഇട്ടുകൊണ്ടുള്ളൊരു ഒരു എന്താ പറയുക ഇമേജ് ആയിരുന്നു. സോ ഇതിൽ അവരോട് ചോദിച്ചിരിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഇതിൽ ആരാണ് ബെറ്റർ സൂപ്പർ സ്റ്റാർ എന്ന്. അപ്പോൾ അതിലൊരു കമൻ്റ് ആയിരുന്നു ഇങ്ങനെ, 2017-18 ആ ഒരു അലക്സ ബ്ലിസ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഇട്ടിരുന്നു. എന്തായാലും അതിനെ കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ അലക്സ ബ്ലിസ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും അലക്സ ബ്ലിസ് പറയുന്നത് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് നാൾ കൂടി വെയിറ്റ് ചെയ്യും, ആ ഒരു അലക്സ ബ്ലിസ് ഉടൻ തന്നെ വരുമെന്നാണ് അലക്സ ബ്ലിസ് ആ ഒരു കോട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് അലക്സ ബ്ലിസിൻ്റെ റിട്ടേൺ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ആ ഒരു 2017-18 അലക്സ ബ്ലിസ് വേറെ ലെവലായിരുന്നു. കാരണം നമുക്കറിയാം അവർ ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സംതിങ് എൽസ് ആയിരുന്നു എന്ന് തന്നെ പറയാം. ഭയങ്കര ഇമ്പാക്റ്റ് ആ ഒരു സമയത്ത് അവർ സൃഷ്ടിച്ചിരുന്നു. പിന്നെ വൈറ്റ് ഫാക്ഷനിലേക്ക് പോയി വേറെ തരത്തിലായിരുന്നു അവർ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്തത്. സോ എന്തായാലും നമുക്ക് ഏത് അലക്സ ബ്ലിസിനെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും നല്ലതായിരുന്നു. സോ എന്തായാലും ബ്രേവ് വൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പഴയ അലക്സ ബ്ലിസ് തിരിച്ചു വരട്ടെ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കോഡ് റോഡ്സ് ജോൺസിനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. എന്തായാലും കോഡ് റോഡ്സിൻ്റെ ഒരു പിക്ചർ, കോഡ് റോഡ്സിൻ്റെ അല്ല സ്റ്റാർ ഡസ്റ്റിൻ്റെ ഒരു പിക്ചറാണ് നമ്മുടെ ജോൺസിനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. നമുക്കറിയാം, സ്റ്റാർ ഡസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ കോഡ് റോഡ്സിന് വെറുപ്പായിരിക്കും. കാരണം ആ ഒരു കഥാപാത്രം ഇപ്പോഴും കോഡ് റോഡ്സിനെ പല രീതിയിലും ആൾക്കാർ അത് ഇട്ട് ട്രോളുന്നുണ്ട്. എന്തായാലും ഫസ്റ്റ് വിൻസ് മിക്മാനുമായിട്ട്, അതായത് WWE സൈൻ ചെയ്തതിന് മുമ്പ് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, സ്റ്റാർ ഡസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഞാൻ ഇനി ഉപയോഗിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം WWE സൈൻ ചെയ്തത്. സോ എന്തായാലും ആ ഒരു ക്യാരക്ടർ ഇട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജോൺസിന് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ. സോ എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ടീസ് തന്നെയാണ് ജോൺസിന് കോഡ് റോഡ്സ് മാച്ചിന്. നമുക്കറിയാം റസൽമേനിയ 41 ഈ ഒരു മാച്ച് നടക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും നടക്കട്ടെ. പിന്നെ അതുപോലെ മാത്രമല്ല, നമ്മുടെ ജോൺസിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കൊണ്ട് എന്തായാലും WWE ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്, ജോൺസിന് റിട്ടേൺ റൺ ഉണ്ടാകും അടുത്ത വർഷം ബിഗിനിങ്ങിൽ നിന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ WWE ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ജോൺസിന് ആ ഒരു കോഡ് റോഡ്സ് ആ ഒരു റസൽമേനിയ 41 വേണ്ടിയുള്ള പ്ലാനിങ്ങിലായിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സില്ല ഫട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, സില്ല ഫട്ടു ബ്ലഡ് ലൈനിലെ ഒരു മെമ്പറാണ്, അല്ലെങ്കിൽ ആ ഒരു ലൈനിൽ വരുന്നൊരു മെമ്പറാണ്. എന്തായാലും അദ്ദേഹം ഇതുവരെ WWE സൈൻ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ നമുക്കറിയാം വലിയൊരു പ്രശ്നം നടക്കുന്നത് 5ാമത്തെ മെമ്പർ ഉണ്ടോ, ആരായിരിക്കും ഒരു 5ാമത്തെ മെമ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. സോ എന്തായാലും WWE ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. നമുക്കറിയാം ആ ഒരു ഓൾഡ് ബ്ലഡ് ലൈൻ, ന്യൂ ബ്ലഡ് ലൈൻ അവരുടെ ഒരു പോസ്റ്റർ WWE അവരുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഇട്ടിരുന്നു. എന്തായാലും അതിനെ ടാഗ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റോറി ഇട്ടിരിക്കുകയാണ് സില്ല ഫട്ടും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ. അത് നിങ്ങൾക്ക് കാണാൻ ചിലപ്പോൾ സാധിക്കുമായിരിക്കും. എന്തായാലും ഇതെന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊന്നും അറിയില്ല, ബട്ട് ഫ്യൂച്ചറിൽ അദ്ദേഹം എപ്പോഴെങ്കിലും വരട്ടെ. എന്തായാലും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്കറിയാം ടാമാട്ടോങ്കയും മറ്റു താരങ്ങളുമൊക്കെ നമ്മൾ വിചാരിക്കുന്ന സമയത്താണ് വന്നിരിക്കുന്നത്. സോ എന്തായാലും എപ്പോൾ വേണമെങ്കിലും ബ്ലഡ് ലൈനിൽ ആര് വേണമെങ്കിലും വരാനുള്ള സാധ്യതകളുണ്ട്. സോ സില്ല ഫട്ടു വരുമോ എന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല, ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല, അത്ര മാത്രം അറിയാം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് WWE ബാക്ക് സ്റ്റേജ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അതുപോലെ തന്നെ ഒരു
സോഷ്യൽ മീഡിയ ഹാൻഡിലേക്ക് ഒരു മീഡിയ ഹാൻഡിലിൻ്റെ ഒരു പ്രവർത്തകൻ കൂടിയാണ്. സോ അദ്ദേഹത്തിനോട് ബെക്കി ലിഞ്ചിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബെക്കി ലിഞ്ച് വിരമിച്ചെന്നാണ്, ഓൾറെഡി വിരമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നതെന്നാണ് ആ ഒരു വ്യക്തി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞ് അദ്ദേഹം മാറ്റി പറയുകയാണ്, അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്, ബെക്കി ലിഞ്ച് വിരമിച്ചു എന്നൊക്കെ. അതായത് ലിവ് മോർഗനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സ്റ്റോറി ലൈൻ്റെ ബേസിൽ പറഞ്ഞതാണെന്നാണ് ആ ഒരു വ്യക്തി പറയുന്നത്. എന്തായാലും ആ ഒരു സമയത്ത് ആ ഒരു വ്യക്തി എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ബെക്കി ലിഞ്ച് വിരമിച്ചു എന്ന് എനിക്കറിയില്ല. എന്തായാലും പിന്നത് മാറ്റി പറഞ്ഞു, അതും എന്തിനാണെന്നറിയില്ല. സോ എന്തായാലും നമ്മൾ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി WWE ഇന്റേണലി, അതായത് ബാക്ക് സ്റ്റേജ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്, ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊരു പ്രമുഖ ഹാൻഡിലിൻ്റെ എന്താ പറയുക, അതിലും വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്, സ്പോർട്സ് ഹാൻഡിലിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. സോ അതുകൊണ്ടാണ് ആ ഒരു കാര്യം നമ്മൾ എടുത്തു നോക്കിയത്. എന്തായാലും എനിക്കൊന്ന് US-ൻ്റെ ആ ഒരു സിറ്റിസൺഷിപ്പ് കിട്ടിയതിന് ശേഷം അവിടെ തന്നെ കൂടി ഇനിയും എന്താ പറയുക WWE വരണ്ട എന്ന തീരുമാനം ബെക്കി ലിഞ്ച് എടുക്കുകയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും അത് മാത്രമല്ല, കുറേയധികം പ്രോജക്ട്സ്, സിനിമ പോലുള്ള പ്രോജക്ട്സും ബെക്കി ലിഞ്ചിനുണ്ട്. അതൊക്കെ ആയിരിക്കാം കാരണം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാറ്റ് മക്കാഫയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. എന്തായാലും അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്, അതായത് ഇനി വരുന്ന WWE ഒരു റിട്ടേൺ ഉണ്ടാകുമോ അല്ലെങ്കിൽ റോയൽ റംബിൾ ഉണ്ടാകുമോ എന്നൊക്കെ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുന്നത്, അതായത് ഉറപ്പായിട്ടും, കാരണം ഞാൻ നല്ലൊരു ഷേപ്പിലാണ്, വൺ ഓഫ് ദി ബെസ്റ്റ് ഷേപ്പിലാണ് ഞാൻ ഇപ്പോഴും ഉള്ളത്. സോ എന്തായാലും ഞാൻ ഉണ്ടാകും, അല്ലെങ്കിൽ WWE അവസരം തരികയാണെങ്കിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പാറ്റ് മക്കാഫെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും റോയൽ റംബിളിൽ ഞാൻ അദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്നു, കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു കമൻട്രിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു എൻട്രൻസ് സോങ്ങും അത് വേറെ ലെവൽ തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ആ ഒരു റോയൽ റംബിളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു എൻട്രൻസ് സോങ് എന്ന് പറയുന്ന ആ ഒരു വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ട്, വന്നാൽ വളരെ നല്ലത് എന്ന് തന്നെ പറയാം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റാൻഡി ഓർട്ടൻ കെവിൻ ഓവൻസുമായിട്ട് വന്നപ്പോൾ ഒരു അപ്ഡേറ്റ് ആണ്. എന്തായാലും ഇതൊരു അപ്ഡേറ്റ് അല്ല, ഇതൊരു വീഡിയോ ആണ്. സോ ആ ഒരു വീഡിയോ നമുക്ക് കാണിക്കാൻ സാധിക്കില്ല, കോപ്പിറൈറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. എന്തായാലും ഒരു ഇമേജ് പോലെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും നമ്മുടെ കെവിൻ ഓവൻസ് പുതിയൊരു കാർ എടുത്തു, ലംബോർഗിനി ആണെന്ന് തോന്നുന്നു. സോ ആ ഒരു കാറ് നമ്മുടെ റാൻഡി ഓർട്ടൻ അദ്ദേഹം കൊണ്ട് കാണിക്കുന്നുണ്ട്. സോ അദ്ദേഹം റാൻഡി ഓർട്ടൻ തലയൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ആ ഒരു കാർ എങ്ങനെയുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ. സോ സ്റ്റിൽ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെ പറയണം. കാരണം നമുക്കറിയാം ഇപ്പോൾ അവരുടെ ആ ഒരു സ്റ്റോറിലും കാണിക്കുന്ന രീതി എങ്ങനെയാണെന്ന്. ബട്ട് ഇത് ആക്സിഡൻ്റലി ആരോ ക്യാപ്ചർ ചെയ്തൊരു വീഡിയോ ആണ്. അതായത് റാൻഡി ഓർട്ടൻ കെവിൻ ഓവൻസ് വീണ്ടും ആ ഒരു ഫ്രണ്ട്ഷിപ്പ്. സോ എന്തായാലും അത് WWE വരുമ്പോൾ അത് WWE ഉറപ്പായിട്ടും ബാധിക്കും. നമുക്കറിയാം അത് വെളിയിലേക്ക് നമുക്ക് ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കണം. സ്റ്റിൽ അവർ ഫ്രണ്ട്സാണെന്ന് അറിയുമ്പോൾ ചില ഫാൻസിനത് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ സ്റ്റോറി ലൈനാണെന്ന് എല്ലാവർക്കും അറിയാം.